ഇന്ന് മൊബൈൽ ഫോൺ ഇല്ലാതെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾ കൂടുതലാവാനുള്ള കാരണം എന്താണെന്നറിയാമോ? ശരിക്കും ഇതൊരു ശീലമായിട്ട് മാത്രം കാണേണ്ട ഒന്നല്ല, മറിച്ച് കുട്ടികളുടെ ബ്രെയിൻ ആൻഡ് ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നൊരു വിഷയമാണ്. കുട്ടികൾ സ്ക്രീൻ കാണുന്ന സമയത്ത് ബ്രെയിൻ ശ്രദ്ധ കൊടുക്കുന്നത് ഫുഡിനല്ല, സ്ക്രീനിൽ വിസിബിളായിട്ട് കാണുന്ന വിഷ്വൽസ് ആൻഡ് സൗണ്ട്സിനെയാണ്. ഇതിനെ നമ്മൾ പറയുന്നത് അറ്റൻഷൻ ക്യാപ്ചർ എന്നുള്ളതാണ്. സ്റ്റഡീസ് പറയുന്നത് ഫുഡ് കഴിക്കുന്ന സമയത്ത് സ്ക്രീൻ കൊടുക്കുന്നതിലൂടെ കുട്ടിയുടെ റെസ്പോൺസീവ് ഫീഡിങ്ങിനെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതായത് കുട്ടിക്ക് ആ സമയത്ത് ഹങ്കർ, ടേസ്റ്റ് ഇതൊന്നും തന്നെ എന്ത് ചെയ്യില്ല, മനസ്സിലാകില്ല എന്നുള്ളതാണ്. ഇതിന് മേജർ ത്രെട്ട് എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ ടൈമിൽ ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്ക്രീൻ കാണുന്ന സമയത്ത് ഒരു ഫീൽ ഗുഡ് എഫക്റ്റ് കിട്ടും. ഇത് ഡെയിലി കൊടുക്കുമ്പോൾ ബ്രെയിനിന് ഫുഡ് ആൻഡ് മൊബൈൽ എന്ന് പറയുന്നത് ഫണ്ണായിട്ടും ഫുഡ് മാത്രമാകുമ്പോൾ അത് ബോറായിട്ടും തോന്നും. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് സ്ക്രീനില്ലാതെ ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. കുട്ടികൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് വയറ് നിൽക്കുക എന്നുള്ളതല്ല. ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ്, സ്മെല്ല്, ടെക്സ്ചർ അവ തിരിച്ചറിയാൻ, വിശപ്പ്, വയറ് നിറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ ബ്രെയിനിനെ പഠിപ്പിക്കുക എന്നുള്ളതും കൂടിയാണ്. പക്ഷേ സ്ക്രീൻ ആക്ച്വലി ഇതിനൊരു തടസ്സമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് സെൻസറി എക്സ്പീരിയൻസ്, സെൽഫ് റെഗുലേഷൻ സ്കിൽസ് ഇതൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഇൻട്രാക്ഷന്, പാരൻറ്റ് ചൈൽഡ് ബോണ്ടിങ് ഒക്കെ വളരുന്ന സമയമാണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ സ്ക്രീൻ ടൈം കൊടുക്കുന്നതിലൂടെ കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിനെയാണ് ഇതെന്ത് ചെയ്യുന്നത്, ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫോൺ കൊടുക്കുന്ന മാതാപിതാക്കൾ ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.